കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീരുവായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണെന്നറിയോ? അത് വി.ഡി. സതീശനാണ്. പറയുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്, ബേപ്പൂര് എം.എൽ.എ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത്. ഉളുപ്പില്ലാത്തവർക്ക് എന്തും വിളിച്ചു പറയാലോ. അപ്പോൾ തീരെ ഉളുപ്പില്ലാത്തൊരു ജീവിയാണ് ആര്? നമ്മുടെ മുഹമ്മദ് റിയാസ്. ഈ പറയുന്ന പത്രപ്രവർത്തനത്തെയും പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആണല്ലോ അദ്ദേഹം പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. അതെ, മാധ്യമങ്ങളെ വേട്ടയാടുന്നു, മുഖ്യമന്ത്രി ആക്രമിക്കുന്നു. ആരാണ് ഈ മുഹമ്മദ് റിയാസ്? മുഹമ്മദ് റിയാസിനെ കൂടെ രാജൻ ജോസഫ് പറഞ്ഞൊരു വാചകമുണ്ട്, എളമരം കരീമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ മുഹമ്മദ് റിയാസിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയാം. ഞാനത് പറയുന്നില്ല. പക്ഷേ എനിക്ക് പറയാവുന്ന എൻ്റെ അനുഭവം പറയാം. 2000 ഐസ്ക്രീം പാർലർ പെൺവാണിയുമായി ബന്ധപ്പെട്ട സ്റ്റോറീസൊക്കെ ഞാൻ ഇങ്ങനെ പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ പി ശശിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അത് അട്ടിമറിച്ചതിനെക്കുറിച്ചും കോടികൾ വാങ്ങിയതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. 2000 മലബാർ ക്രിസ്ത്യൻ കോളേജിലെ SFIയിലെ കുട്ടികൾ എൻ്റെ ഓഫീസിൽ നിന്ന് അവിടുത്തെ കോളേജിലെ മാഗസിൻ അവിടുത്തെ കോളേജ് അധികൃതർ നിരോധിച്ചിരിക്കുകയാണ്, അതിന് കോപ്പി ഒറിജിനൽ കൊണ്ടു തന്നിട്ട് ഇത് കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ഇതിൽ ഐസ്ക്രീം പാർലർ പെൺവാണിഭ്യത്തിൽ പെട്ട ചില പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളടക്കം അവർ എത്തിച്ചു തന്നിരുന്നു. ഞാൻ അതടക്കമാണ് തെളിവായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇത് കോഴിക്കോട് സിറ്റിയിലൊന്നും ഇറങ്ങിയിരുന്നില്ല. തിരുവനന്തപുരത്ത് തലേ ദിവസം അയച്ചതുകൊണ്ട്, റെയിൽവേ വഴി അയച്ചതുകൊണ്ട് തിരുവനന്തപുരത്ത് കോപ്പി എത്തി. ഇത് കണ്ട പി ശശി എന്ത് ചെയ്തു? നേരെ കോഴിക്കോട് റിയാസിനെ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഓഫീസ് അടിച്ച് പൊളിക്കാൻ നിർദ്ദേശം കൊടുത്തു. അന്ന് SFIയുടെ ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹം. എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾ വന്ന് എൻ്റെ ഓഫീസ് അടിച്ച് പൊളിച്ച് തകർത്തു. കുട്ടികൾക്ക് അറിയില്ല എന്തിനാണ് അടിച്ച് പൊളിച്ചത്. ഒരു ജാതിയായി, മൗനമായ ജാതിയായി മാത്രം വന്ന് എൻ്റെ ഓഫീസ് അടിച്ച് പൊളിക്കുക, അവൾ പോവുക ചെയ്തു. അല്ല, എൻ്റെ ഓഫീസിൽ അവർ വന്ന വാർത്ത വായിച്ചിട്ടില്ല, വാർത്ത കണ്ടിട്ടില്ല, കോപ്പി കിട്ടിയിട്ടില്ല. അപ്പം പി ശശിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയത് ആരായിരുന്നു? ഈ മുഹമ്മദ് റിയാസ് ആയിരുന്നു. അന്ന് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ പിതാവുമായിരുന്നു അബ്ദുൽ ഖാദർ. പോലീസ് യാതൊരു അനങ്ങിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ലോകായുക്തയിൽ പരാതി കൊടുത്തു. ലോകായുക്തയിൽ പരാതി കൊടുത്തപ്പോൾ ലോകായുക്ത SP പൊലിഗേശി അന്വേഷണം നടത്തിയിട്ട് ഈ മുഹമ്മദ് റിയാസും കോഴിക്കോട് പോലീസ് കമ്മീഷണർ അബ്ദുൽ ഖാദറും കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് നൽകി. ഞാൻ ഒരു മീറ്റിങ്ങിൽ വേറെ സ്ഥലത്തെത്തിയ അവിടെ റിയാസിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, ദയവായിട്ട് എനിക്കെതിരെ മുന്നോട്ട് പോകരുത്, ഞാൻ പാർട്ടി പറഞ്ഞ് പി ശശി പറഞ്ഞ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി ആലോചിച്ചിട്ട് ഞാൻ ആ കേസുമായി പിന്നീട് മുന്നോട്ട് പോയി. അല്ലെങ്കിൽ ഇന്ന് കസ്ബ സ്റ്റേഷനിലെ പ്രതിയായിരിക്കും, അല്ലെങ്കിൽ കുറ്റവാളിയായിരിക്കും അദ്ദേഹം. ഇനി അത് കഴിഞ്ഞു 2005 ലാവ്ലിൻ കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്ന സമയത്ത് അന്ന് പിണറായി വിജയൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അന്ന് കോഴിക്കോട് കുഞ്ഞിരാ പുതുവാൾ എന്ന് പറയുന്ന അഡ്വക്കറ്റിൻ്റെ 70ാം സപ്തതിയായിരുന്നു. ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പിണറായി വിജയന് വിവരം കിട്ടുന്നത്. തലശ്ശേരിയിൽ നിന്ന് ക്രൈമിൻ്റെ കോപ്പിയിൽ ഇത്തവണ പിണറായി വിജയനെ കുറിച്ചാണ്, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ പിണറായി വിജയൻ SNC ലാവലിൻ കോടികൾ തട്ടിച്ചു എന്ന് പറയുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചതെന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു. മുഴുവൻ മനസ്സിലാക്കിയില്ല പിണറായി വിജയൻ. അവിടെ വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു, പ്രകാശ് കാരാട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ UA ഖാദർ ഉണ്ടായി. ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പിണറായി എന്ത് ചെയ്തു? നമ്മുടെ അന്ന് സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയിരുന്നു ആര്? മുഹമ്മദ് റിയാസ്. ആ ഏരിയയിലാണ് ഈ ഞങ്ങളുടെ ഓഫീസ്. ഈ ഓഫീസ് 2 സ്ഥലത്താണ്. ഒന്ന് ക്രൈം സ്റ്റോറി പത്രത്തിൻ്റെ ഓഫീസ് മുന്നിലും, മറ്റൊരു ബിൽഡിങ്ങിൽ മുകളിൽ ആരും അറിയാത്ത സ്ഥലത്ത് ഈ പറയുന്ന ക്രൈമിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. അവിടെ ബോർഡൊന്നും വെച്ചില്ല. നേരെ ഇവർ കോപ്പി അവിടെ നിന്ന് ഏത് പ്രസ്സിലാണ് അടിച്ചതെന്ന് മനസ്സിലാക്കി ഗീതാഞ്ജലി പ്രസ്സിലാണ്. ചെറുവണ്ണൂർ പോയി അവിടെ ഗുണ്ടകളെ അയച്ചു ആദ്യം തന്നെ CPMൻ്റെ. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എല്ലാ കോപ്പിയും കൊണ്ടുപോയി. അവിടെ ശരിക്കും 1 ലക്ഷം കോപ്പി അപ്പോഴും കിടക്കുന്നുണ്ട്. അവർ കോപ്പി പിടിച്ചെടുക്കുക, കത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. നേരെ എന്ത് ചെയ്തു? കോഴിക്കോട് സിറ്റിയിൽ എവിടെയും കിട്ടാനില്ലല്ലോ. നേരെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ 15ഓളം ഗുണ്ടകൾ പെട്രോളുമായിട്ട് വന്നിട്ടാണ് ഓഫീസ് അടിച്ചു പൊളിക്കുകയും കത്തിക്കുകയും അതോടൊപ്പം മാനേജർ സോമൻ്റെ അടുത്ത് നിന്ന് താക്കോല് നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങി. എവിടെടാ ഈ പിണറായിയെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച രേഖകൾ എന്നിട്ട് അളമറേൻ്റെ തുറന്നിട്ട് അവിടെയുള്ള രേഖകൾ കടത്തിക്കൊണ്ടുപോയി. ഓഫീസ് കത്തിച്ചു. മാത്രമല്ല 2 പേരെ, മാനേജരെയും അതേപോലെ രാജൻ എന്ന് പറയുന്ന കാഷ്യറെയും ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അതിൻ്റെ ആഘാതത്തിൽ പിന്നീട് അവർ 2 പേരും ഇതിൽ നിന്ന് മുക്തി നേടിയിൽ അവർ മരണപ്പെട്ടു. ശരിക്കും കൊന്നതാണ്. അതായത് ഈ മുഹമ്മദ് റിയാസ് കൊന്നതാണ് ഇവരെ.
ഈ കാഷ്യറായ രാജനെയും അതേപോലെ മാനേജറായ സോമനെ എങ്ങനെ വന്നു? അവിടെ വെച്ച് ഭീകരമായി മർദ്ദിച്ചു. ആ സംഭവം കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഞെട്ടലല്ല ഉണ്ടായത്. 10-15 പേർ ആയുധങ്ങളുമായി ഓഫീസ് ആക്രമിക്കുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ആ അവസ്ഥയിൽ അവർക്ക് പിന്നീട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ക്രൈം അന്ന് മാധ്യമമായിരുന്നില്ലേ? അതെ, അപ്പം ആക്രമിക്കല്ലേ ചെയ്തിട്ടുണ്ടായേ? ക്രൈമിന്റെ ഓഫീസാണല്ലോ ആക്രമിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവര്. ആ ചരിത്രമുള്ള മുഹമ്മദ് റിയാസ് ആണ് ഇപ്പം വന്നിട്ട് പറയുന്നത്. ആ മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് മാധ്യമങ്ങളെ കുറിച്ച് വാർത്ത പ്രസിദ്ധിച്ചാൽ അവരെ വേട്ടയാടുന്നു ആര്, VD സതീശൻ എന്നുള്ളത്. മാത്രമല്ല അന്ന് 25 ദിവസം ജയിലിൽ കിടന്നു. 25 ദിവസം എന്റെ ഓഫീസ് ആക്രമിച്ചതിന് ജയിൽ കിടന്നു. കോഴിക്കോട് സബ് ജയിലിൽ 25 ദിവസം കിടന്നു. ജില്ലാ ജയിലിൽ 25 ദിവസം കിടന്ന പുള്ളിയാണ് ആര്, മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസ് അന്ന് മുതലാണ് വളരാൻ തുടങ്ങിയത്, പിണറായി വിജയന്റെ വലങ്കയായിട്ട് വളരാൻ തുടങ്ങിയത്. എന്തിനെ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ എൻ്റെ ഓഫീസിലെ 2 പെൺകുട്ടികൾ ദൃക്സാക്ഷി, മുഹമ്മദ് റിയാസ് ഈ ക്യാനുമായി വരുന്നതും പെട്രോളുമായി വരുന്നതും കത്തിക്കുന്നത് നേരിട്ട് കണ്ട 2 പെൺകുട്ടികൾ അവരെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവരെ മൊഴി മാറ്റിച്ചു ആദ്യം. പിന്നീട് അവരെന്ത് ചെയ്തു, കൃത്യമായി വേണ്ടാതെ മൊഴി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുത്തു. പിന്നീട് എൻ്റെ അടുത്ത് അയാൾക്ക് വന്ന് കാൽക്കൽ വീണു. എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ സഹായിക്കണം, പാർട്ടി പറഞ്ഞ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ചിട്ട് എന്താണ് VD സതീശനെ കുറിച്ചിട്ട് അദ്ദേഹം ഭീരുവാണെന്ന് പറഞ്ഞത്. അല്ല, ശരിക്കും അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും. അതായത് എന്റെ ഓഫീസ് കത്തിക്കുന്നതും എന്റെ ഓഫീസ് വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോഴും ആരാണ് ഭീരുത്വം കാണിച്ചത്? അല്ല, പിണറായി വിജയന്റെ കാലത്ത് ഇപ്പൊ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ എത്രമാത്രം വേട്ടയാടി, ഇപ്പൊ ക്രൈമിനെ തന്നെ എത്രമാത്രം വേട്ടയാടി. ഈ കഴിഞ്ഞ പിണറായി വിജയനും മുഹമ്മദ് റിയാസും മന്ത്രിയായിരുന്നപ്പോൾ എന്റെ പേരിൽ എത്ര കള്ളക്കേസ് എടുത്തു, എന്നെ എത്ര തവണ അറസ്റ്റ് ചെയ്തു, എത്ര തവണ ജയിലിലടച്ചു കള്ളക്കേസിൽ. എങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന രീതി, അറസ്റ്റ് ചെയ്താൽ ആദ്യം അർദ്ധരാത്രി കൊണ്ടുപോയി കോടതി ഹാജരാക്കും. എൻ്റെ അഡ്വക്കേറ്റിന് ഹാജരാകാൻ പറ്റില്ല, എൻ്റെ ജാമ്യക്കാരുണ്ടാവില്ല. അപ്പം ഓപ്പൺ കോർട്ടിൽ വാദം കേൾക്കാതെ പിറ്റേ ദിവസം വെക്കും. പിന്നെ പ്രോസിക്യൂഷൻ ഹാജരാവില്ല. അങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് എൻ്റെ കേസിലെല്ലാം തന്നെ കള്ളക്കേസാണെന്ന് ഹൈക്കോടതി അടക്കം വിധിച്ച കേസുകളാണ് എൻ്റെത്. അതിലൊക്കെ തന്നെ എന്നെ വേട്ടയാടി അറിഞ്ഞില്ലേ? അദ്ദേഹത്തിന് അറിയാത്തോണാണോ? എന്നിട്ടോ ഓഫീസിലെ കമ്പ്യൂട്ടറും രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് മുഹമ്മദ് റിയാസ് അറിയില്ലേ? മുഹമ്മദ് റിയാസ് ആണ് ഒരു കേസിൽ വിളിച്ചു പറയുന്നത് ഈ എൻ്റെ ഓഫീസ് പിടിപ്പിച്ചത്. എന്നിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് ആണ് വിളിച്ച് സംസാരിക്കുന്നത്. SHO ആയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് ആണ് മലർന്നു കിടന്ന് ഇപ്പോൾ തുപ്പുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരിക്ക വേട്ടയാടി, ഷാജൻ സ്കറിയെ വേട്ടയാടിയില്ലേ? അദ്ദേഹം PV അൻവറിന്റെ ആവശ്യപ്രകാരം PV ശ്രീനിജവന്റെ കള്ളപ്പരാതിയിൽ SC/ST അട്രോസിറ്റി നിയമപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസും വീടും എല്ലായിടത്തും റെയ്ഡ് ചെയ്തില്ലേ? കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എടുത്തുകൊണ്ടില്ലേ? ക്യാമറ എടുത്തുകൊണ്ടില്ലേ? എത്ര കോടികളുടെ സാധനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ ഡാറ്റാസ് ആണ് അതിൻ്റെ അകത്തുള്ളത്? ഇതേപോലെ ഏതൊക്കെ ഓഫീസുകൾ ഇതേപോലെ വേട്ടയാടി. എന്നിട്ട് എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചില്ലേ? ഏഷ്യാനെറ്റിന്റെ പേരിൽ അവർക്കെതിരെ കള്ളക്കേസ് എടുത്തില്ലേ? ഇതൊക്കെ അവരുടെ കാലത്തല്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? VD സതീശൻ ഭീരുവാണെന്ന്. ഭീരുവായ പിണറായി വിജയൻ, VD സതീശൻ രാഷ്ട്രീയ ഭീരുവാണ്. കാരണം അദ്ദേഹത്തിന് വിമർശനങ്ങളെ തീരെ ഇഷ്ടമല്ല. വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകരും മാത്രം മതി, വിമർശിക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കും എന്ന് പറയുന്ന നിലപാടാണ് VD സതീശൻ എടുക്കുന്നതാണ് മുഹമ്മദ് റിയാസ്. അപ്പൊ മുഹമ്മദ് റിയാസ് എന്തിനാണ് എൻ്റെ ഓഫീസ് എന്തിനാണ് ജയിലിൽ പോയത്? ഇനി അതിന് അടുത്തത്, ഒന്നുമില്ലാതിരുന്ന മുഹമ്മദ് റിയാസ് എങ്ങനെയാണ് കോഴിക്കോട്ടെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ പ്രമുഖരായ CPM നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടും അടുത്ത ഇലക്ഷനിൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ സ്ഥാനം കിട്ടിയത്? പിന്നീട് വീരേന്ദ്രകുമാർ മത്സരിച്ചിരുന്ന കോഴിക്കോട് MP സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്നീട് മത്സരിക്കാൻ അവസരം കിട്ടിയത്? അപ്പം ഇതിന് അവസരം കിട്ടി. പിന്നീട് ബേപ്പൂരിൽ എങ്ങനെയാണ് അവസരം കിട്ടിയത്? പിന്നീട് എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവായത്? ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ? പാരിതോഷികമായിട്ടല്ലേ? ഇതിലൊക്കെ കണക്റ്റഡ് ആണ്. എന്തിന് മകളെ ഇതാവാൻ കാരണം എന്റെ ഓഫീസിൽ നിന്ന്, ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ലാവ്ലിന്റെ രേഖകളല്ലേ? കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്ന പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലെ അക്കൗണ്ടിലേക്ക് 75 കോടി വന്നതിന്റെ രേഖ കിട്ടിയോണ്ടല്ലേ പിണറായി വിജയൻ പേടിച്ച് പറിച്ചിട്ട് മോളെ കെട്ടിച്ചു കൊടുത്തത്? അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് അല്ലേ? ഇപ്പൊ ഭീരു ആരാണ്? പിണറായി എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീരു. ആ ഭീരുവിന് വേണ്ടിയിട്ട് ക്രൈമിന്റെ ഓഫീസ് ആക്രമണം നടത്തിയിട്ടുള്ള ഒരാളാണ് VD സതീശൻ. അല്ല സോറി,
മുഹമ്മദ് റിയാസ്. ഈ ഭീരുത്വത്തിന്റെ ഒരു വലിയ എന്താണ് ഈ സംഭവം നമ്മൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരാൾ വന്നിട്ട് ഒരു ചോദ്യം ഒന്ന് ചോദിച്ചപ്പോൾ പിണറായി ഒരു പരിപാടിയിൽ വീട്ടിൽ പോയി ചോദിക്കും. അത് ഭീരുക്കൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പേടിയാണ്, കാരണം ആ ചോദ്യത്തെ നേരിട്ട് കഴിഞ്ഞാൽ പേടിയാ. എന്റെ ഓഫീസ് ആക്രമിച്ചത് ഭീരുത്വത്തിന്റെ ലക്ഷണം. എനിക്കെതിരെ കേസ് കൊടുക്കാത്ത എന്താ? 2005 മുതൽ 2026 വരെ ഈ സമയമുണ്ടായിരുന്നു. പിണറായി വിജയൻ എന്താ എനിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാതെ പകരം ആക്രമിക്കുന്നത്? എൻ്റെ ഓഫീസ് ആക്രമിക്കുക മാത്രമല്ല, അന്ന് 15-20 ലക്ഷം സർക്കുലേഷൻ ഉണ്ട് ക്രൈമിന്. കേരളത്തിലെ എല്ലാ കടകളിൽ നിന്നും ഗുണ്ടകളെ വിട്ട് ക്രൈമിന്റെ കോപ്പികൾ പിടിച്ചെടുത്ത് 5 പൈസ കൊടുക്കാതെ എടുത്തുകൊണ്ടേ കത്തിച്ചില്ലേ? 1-2 ലക്കല്ല, 4-5 ലക്കങ്ങളാണ് ഗുണ്ടകളെ വെച്ചിട്ട് പിണറായി വിജയൻ ചെയ്തത്. കോഴിക്കോട് അങ്ങാടി മുഴുവൻ കടകളിൽ കയറി ഇറങ്ങി കോപ്പികൾ പിടിച്ചെടുത്തത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഭീരുത്വത്തിന്റെ ലക്ഷണമല്ലേ? ഇതിന് ഭീരുത്വം എന്നല്ലാതെ വേറെന്താണ് പറയുന്നത്? എന്നിട്ട് മലർന്ന് കിടന്ന് തുപ്പിയിട്ട് വി.ഡി. സതീശനെ പറയാൻ നാണമില്ലേ ഈ പറയുന്ന റിയാസിന്? അച്ഛനെ എന്തും വിളിച്ചു പറയാന്നുള്ളതാണ്. ഭരണം മാറിക്കഴിഞ്ഞാൽ വി.ഡി. സതീശനെ കുറിച്ച് എന്തും വിളിച്ച് പറയാം. സ്വന്തം മുഖത്ത് എഴുതി വെച്ച കാര്യങ്ങൾ വി.ഡി. സതീശനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും നാണം കെട്ടവനാണ് മുഹമ്മദ് റിയാസ്. അല്ലാതെ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയുള്ളത്? ഇപ്പം പിണറായി വിജയന്റെ മോളും മരുമോനും തമ്മിൽ ഭയങ്കര അടിയാണെന്നാണ് പുറത്ത് കേൾക്കുന്നത്. ഇനി സ്വന്തം ഭാര്യയെ ചവിട്ടി, നാഭിക്ക് ചവിട്ടി, കഴുത്തിന് പിടിച്ച് കോഴിക്കോട് അങ്ങാടിയിൽ 50 രൂപയ്ക്ക്, പാളയത്ത് 50 രൂപയ്ക്ക് സുന്ദരികളായ പെൺകുട്ടിയെ കിട്ടും. പിന്നെ എന്തിനു വേണടി നീ നിന്നെ നിന്ന് അഫിഡവിറ്റിൽ ആര് പറയുന്നുണ്ട്? ആദ്യത്തെ ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തിത്വമുള്ള മുഹമ്മദ് റിയാസ് സ്വന്തം ഭാര്യയും 2 കുട്ടികളെയും വഴിയാധാരമാക്കിയിട്ടല്ലേ എവിടേക്ക് പോയത്? പിണറായിന്റെ മോളെ പിന്നാലെ പോയത്. ഇപ്പൊ ശൈലജ ടീച്ചറെ കുരുതി കൊടുത്തിട്ടല്ലേ റിയാസ് വളർന്നത്? ശൈലജ ടീച്ചർ അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാരെ മറികടന്നിട്ടാണ് ആരായത്? മന്ത്രിയായത്. അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ചതോ അല്ലെ ഇവരുടെ എയർ ഇന്ത്യയുടെ ഓഫീസ് ആക്രമിച്ചതോ ഗുണ്ടായിസം കാണിച്ചതോ ആണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്? കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച് രേഖകൾ കിട്ടിയോണ്ടല്ലേ, അത് വെച്ചിട്ടല്ലേ പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? അപ്പൊ അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് ഇങ്ങനെ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകരും മാത്രം മതി വി.ഡി. സതീശന് വിമർശനങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകരും മാത്രം മതി ആയിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും. അതുകൊണ്ടാണല്ലോ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും പിണറായി വിജയനെ പോലെ 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെയല്ലോ വി.ഡി. സതീശൻ പോകുന്നത്. നേരിട്ട് എവിടെയാണ് പോകേണ്ടത്? നേരിട്ട് പോവില്ലേ? അവിടെ പോലീസ് ഉണ്ടോ, പട്ടാളം ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താ? ചെളി ചവിട്ടിയതിന്റെ പേരിലല്ലേ വയനാട്ടിൽ പോയിട്ട് പിന്നെ ക്യാമ്പിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോവാതിരുന്നത്? നിങ്ങൾ അവിടുന്ന് പറഞ്ഞോ ഞാൻ എൻ്റെ കാലിൽ ചളി കയറിപ്പോവും എന്ന് പറഞ്ഞ മഹാനല്ലേ പിണറായി വിജയൻ? വി.ഡി. സതീശൻ അങ്ങനെയാണോ? ചളി ചവിട്ടി കാടുകൾ മറന്ന് മലകൾ കടന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ കൂടിയല്ലേ യാത്ര ചെയ്ത് ഓരോരുത്തരെയും കാണാൻ ചെല്ലുന്നത്, ഓരോരുത്തരെ ചേർത്ത് പിടിക്കുന്നത്? രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വി.ഡി. സതീശനെയും പിണറായി വിജയനെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ? പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം കണ്ട അധമനായ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ജനകീയ മുഖ്യമന്ത്രിയാണ്. പിന്നെ പലരും വന്നിട്ട് കൂടെ വന്ന് ഫോട്ടോ എടുക്കും, മറ്റേതും ഫോട്ടോ എടുക്കാനൊന്നും അധികം വിലക്ക് കാണിക്കാറില്ല. പിണറായി വിജയൻ അങ്ങനെയാണോ? മാറി നിൽക്ക് എന്നല്ലേ പറയുന്നത്? പല വയസ്സായ സ്ത്രീകളടക്കം തട്ടിത്തെറിപ്പിക്കുന്നത് കണ്ടില്ലേ? ചെറിയൊരു കുട്ടി വന്ന് ഫോട്ടോ എടുക്കുന്നപ്പോൾ മാറി നിൽക്കുന്നത് പറയുന്നിട്ടില്ലേ? ജനങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ, പാർട്ടി പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നല്ലേ പറഞ്ഞത്? പത്രക്കാരോട് എന്താ പറഞ്ഞത്? കടക്ക് പുറത്ത് എന്നല്ലേ? വി.ഡി. സതീശൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എടോ ഗോപാലകൃഷ്ണ എന്ന് മാതൃഭൂമിന്റെ എഡിറ്റർ പറഞ്ഞിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. നികൃഷ്ടജീവി എന്നല്ലേ പറഞ്ഞത് താമരശ്ശേരി ബിഷപ്പിനെ? എന്തിന്? കൊല്ലം MP ആയ പ്രേമചന്ദ്രനെ കുറിച്ച് എന്താ പറഞ്ഞത്? പരനാറി എന്നാണ്. എന്തിന്? കൂടെ നടന്ന് വർഷങ്ങളോളം കൂടെ നിന്ന് പ്രവർത്തിച്ച ജി സുധാകരനെ ചെറ്റാന്നല്ലേ വിളിച്ചത്? രാഷ്ട്രീയ ചെറ്റ. അപ്പൊ അതിനെതിരെയൊന്നും മിണ്ടാത്ത റിയാസ് ഇപ്പൊ എവിടുന്നാണ് ശബ്ദിക്കുന്നത്? എവിടുന്നാണ് പറയാൻ? മാത്രമല്ല, ഏറ്റവും കൂടുതൽ നിഷ്ഠൂരമായിട്ടൊരു സ്വഭാവം അദ്ദേഹം എടുത്തത്, ഒരു അലിവ് പോലും ഹൃദയത്തിൽ ഇല്ലാന്ന് തെളിയിച്ചത് TP മരിച്ചിട്ട് 3-ാം ദിവസം പറഞ്ഞ കാര്യമാണ്. എല്ലാ കുലംകുത്തികൾ തന്നെ. TP ചന്ദ്രശേഖരൻ വധത്തില് കൃത്യമായി ആരാണ് അതിന്റെ യഥാർത്ഥ കുറ്റവാളി?
അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അറിയാതെ കൊലപാതകം നടക്കൂ? അദ്ദേഹത്തിന്റെ വൈരാഗ്യത്തിന്റെ കൃത്യമായ ലക്ഷണമല്ല 51 വെട്ടി വികൃതമാക്കണമെന്ന് പറഞ്ഞത്. വെട്ടി നുറുക്കുകയായിരുന്നില്ലേ ഒരു ശവശരീരം? അത്രയും ക്രൂരതയുള്ള പിണറായി വിജയന്റെ മരുമോനായിട്ടല്ലേ ആര് നടക്കുന്നത്? മുഹമ്മദ് റിയാസ്. ഇപ്പൊ ആരാണ് വീണ വിജയൻ എന്ന് പറയുന്നത്? കോടികൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് തല കൊമ്പിട്ട് മാസ്കും ധരിച്ച് നടക്കുന്ന വീണ വിജയന്റെ ഭർത്താവല്ലേ ഈ മുഹമ്മദ് റിയാസ്? അവിടേക്ക് വീണ വിജയനെ വഴിക്കിലിട്ട് എന്തിന് ഈ മുഹമ്മദ് റിയാസ് പോയത്? നമ്മളെ ഒന്നും ചോദിക്കണ്ട. ഇത്രയും വൃത്തികെട്ടവനായ ഈ മുഹമ്മദ് റിയാസിന്റെ മറ്റൊരു മുഖമല്ലേ രാജൻ ജോസഫ് പറഞ്ഞത്? എന്തേ അയാൾക്ക് ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാത്തത്? അപ്പൊ അത് സത്യമെന്നാണെന്നല്ലേ അർത്ഥം? എളമരം കരീമിന്റെ ആരാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, രാജൻ ജോസഫ് പറഞ്ഞതാ. രാജൻ ജോസഫിനെതിരെ ഇതേവരെ ഒരു പരാതി കൊടുത്തോ, ഡിഫമേഷൻ കേസ് കൊടുത്തോ? തൻ്റെ ഇടമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഡിഫമേഷൻ കേസ് കൊടുക്കാന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഇത്തരം വൈകൃതമായ സ്വഭാവമുള്ള ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്നല്ലേ? വിമർശനങ്ങളെ ഭയക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ മുൻ മുഖ്യമന്ത്രിയുടെ ചില ലീലാവിലാസങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരിക. മൈക്കിനെതിരെ കേസ് എടുത്തിട്ട് മൈക്കോ ചൗളി ചെയ്തു എന്നതിന്റെ പുറത്ത്. മൈക്കിനെതിരെ കേസ് എടുക്കാൻ മാത്രമല്ല, മൈക്ക് വെച്ച ആളുടെ തട്ടിക്കയറുന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അദ്ദേഹം മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതി എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും മരുമോനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഷംസീറിനെ വെട്ടിമാറ്റിയത്? അതിനെന്താ പറയാനുള്ളത് മുഹമ്മദ് റിയാസിന്? എന്തിന് ശൈല ടീച്ചറെ മട്ടന്നൂരിന്ന് വെട്ടിമാറ്റി എവിടെയാ കൊണ്ടിട്ടത്? ഒരിക്കലും ജയിക്കില്ല എന്ന് പറയുന്ന പേരാവൂരിലല്ലേ കൊണ്ടിട്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അവിടെ പോയി മത്സരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് അവിടെ പോയി മത്സരിക്കാതിരുന്നത്? അപ്പം മരുമോനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഷംസീറിനടക്കം വെട്ടിമാറ്റിയ പിണറായി വിജയനോട് എന്തെങ്കിലും പറഞ്ഞോ? എന്റെ ഭാര്യാപിതാവേ, അദ്ദേഹത്തെ വെട്ടിമാറ്റരുത്. അദ്ദേഹം വർഷങ്ങളോളം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, വർഷങ്ങളോളം MLA ആയ ആളാണ്, തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട നേതാവാണ്, സ്പീക്കറായി തിളങ്ങിയ നേതാവാണ്. അദ്ദേഹത്തെ മാറ്റരുതെന്ന് പറഞ്ഞോ? കാരണം അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാളായതുകൊണ്ടാണ് വെട്ടിമാറ്റിയത്. അന്നൊന്നും മിണ്ടാതിരുന്ന മുഹമ്മദ് റിയാസ് ഇപ്പൊ എവിടെ നിന്നാണ് ശബ്ദം വരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം വരുന്നത്? തീർച്ചയായിട്ടും.